ഹലോ മൈ ഡിയേഴ്സ്, നിങ്ങൾക്കറിയാമോ നോർസിറ്റിനെ കുറിച്ച്? അതായത് നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റാണ് ഈ നോർസിറ്റ് എന്നും പറഞ്ഞുള്ളൊരു സംവിധാനം. അതിപ്പോൾ ഒരു 3-4 വർഷമായിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നടത്തി വരുന്ന ഒരു എക്സാമാണ് നഴ്സിംഗ് ഓഫീസർ തസ്തികയിലേക്ക്. അതിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിംസ് ഇപ്പോൾ ഒരുപാട് എടുത്തുണ്ട് ഇല്ലേ, ഓൾമോസ്റ്റ് ഒരു 10-14 സ്ഥലത്തോളം എയിംസിൻ്റെ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് പ്ലസ് ഡൽഹി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റലിലേക്കും ഉള്ള റിക്രൂട്ട്മെൻറ്റും ഒക്കെ നടത്തുന്നത് ഈ നോർസിറ്റ് എക്സാമിലൂടെയാണ്. ഈ നോർസിറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താ പറയുക, അത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം പഠിച്ചിറങ്ങുന്ന BSc നഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾക്കും അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞൊരു 2 വർഷത്തെ എക്സ്പീരിയൻസ്, അറ്റ്ലീസ്റ്റ് ഒരു 200 ബെഡഡ് ഹോസ്പിറ്റലിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ നോർസിറ്റിലൂടെ കിട്ടുന്നത്. നോർസിറ്റ് മാത്രമല്ല, അല്ലാതെയും ഒരുപാട് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്. അതായത് ജിപ്മർ ആവട്ടെ, PGI ഹോസ്പിറ്റൽസ് ആവട്ടെ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ എന്താ പറയുക എക്സാംസ് നടത്തുന്നുണ്ട്. ഈ എക്സാമിലൂടെയും വളരെ അനായാസമാണ് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട്. എൻ്റെയൊക്കെ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2014 മുതൽ നഴ്സിംഗ് ഓഫീസറായിട്ട് ഡൽഹി എയിംസിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്ക് എക്സാം ഉണ്ട്, നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. ഐ വെൻറ്റ് ഫ്രം കേരള ടു ഡൽഹി, ഓൾ ദ വേ ഫ്രം കേരള ടു ഡൽഹി ടു റൈറ്റ് ദി എക്സാം ആൻഡ് ഇൻ്റർവ്യൂ. അപ്പോൾ ഇപ്പോഴത്തെ സിനാരിയോ അങ്ങനെയല്ല. നമുക്ക് എവിടെ ഇരുന്നും നമുക്ക് ഈ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഈ നോർസിറ്റിൽ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 2 ഉണ്ട്. അതായത് പ്രിലിംസ് എക്സാം ഉണ്ട്, മെയിൻ എക്സാം ഉണ്ട്. അപ്പോൾ പ്രിലിംസ് എക്സാമിൽ 25 മാർക്സ്, ഓവറോൾ 100 മാർക്സിലാണ് ഈ എക്സാം എന്ന് പറയുന്നത്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒരു 1.5 മണിക്കൂറിൻ്റെ ദൈർഘ്യമാണ് എക്സാമിന് വേണ്ടി ഇവർ കൊടുത്തിട്ടുള്ളത്. അതായത് അതിൽ 25 ക്വസ്റ്റ്യൻ പ്രിലിംസിന് വേണ്ടി, 25 ക്വസ്റ്റ്യൻ ജനറൽ നോളജ്, ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ഇങ്ങനെ എല്ലാം കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു 25 ക്വസ്റ്റ്യൻ കാണും. ആൻഡ് ദ റെസ്റ്റ് 75 ക്വസ്റ്റ്യൻ ഈസ് ഡെഡിക്കേറ്റഡ് ഓൺലി ഫോർ ദ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് മാത്രമായിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് അവർക്ക് വേണ്ടത്. ഈ പ്രിലിംസിന് ജയിക്കണമെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് 50%. ഒരു 50% ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രിലിംസിൽ നമ്മൾ ക്വാളിഫൈ ആവുള്ളൂ. അതുപോലെ തന്നെ മെയിൻ ആണെങ്കിൽ പോലെയും യു ഹാവ് ടു ഗെറ്റ് 50% ഇൻ ദി എക്സാം, ദെൻ ഓൺലി യു ആർ ക്വാളിഫൈഡ് ഫോർ ദാറ്റ് വേക്കൻസി. അങ്ങനെയാണ്. ആ ഒരു വേക്കൻസിക്ക് പോലും നമ്മൾ ക്വാളിഫൈ ആവണോ, അല്ലെങ്കിൽ നമ്മൾ റാങ്കിൽ ലിസ്റ്റിൽ വരണമെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് 50%. അതാണ്. അല്ലെങ്കിൽ 50% കിട്ടാത്തവരെ അവർ ഇൻക്ലൂഡ് ചെയ്യില്ല, എലിജിബിൾ ആവില്ല. അപ്പോൾ ഈ പ്രിലിംസിനകത്ത് ഈ 25 ക്വസ്റ്റ്യൻ ഫോർ ജനറൽ നോളജ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷിനാണെങ്കിൽ ബാക്കി 75 ഫോർ ദി സബ്ജക്റ്റ് ഓറിയൻറ്റഡ്. 50% ക്വാളിഫൈ ആയി കഴിയുമ്പോൾ ദെൻ യു ഗോ ത്രൂ യു ആർ എലിജിബിൾ ടു അറ്റൻഡ് ദ മെയിനിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഫുള്ളി ഫോർ ദ സബ്ജക്റ്റ്. അതായത് സിനാരിയോസ് തരും. ഈ സിനാരിയോസിലൂടെ വിവിധ തരം നമ്മുടെ നഴ്സ് പേഷ്യൻ്റ് ആയിട്ടുള്ള സിനാരിയോസ്, എന്തെങ്കിലും ഒരു ഡിസീസായിട്ട് വരുന്നു അല്ലെങ്കിൽ സിംറ്റംസ് കാണിക്കുന്നു, അങ്ങനെയുള്ള സിനാരിയോസ് കാണും. എൻക്ലക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ സിനാരിയോസ് ആണ് ക്വസ്റ്റ്യൻ രീതി എന്ന് പറയുന്നത്. അത് ഫുള്ളി സബ്ജക്റ്റിന് നമ്മുടെ നഴ്സിംഗ് സബ്ജക്റ്റ് ആയിരിക്കും. ഈ നഴ്സിംഗ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ എല്ലാം വേണം. നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ 4th ഇയർ വരെയുള്ള എല്ലാ സബ്ജക്റ്റും നമ്മൾ കവർ ചെയ്യണം. അതോ ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ എല്ലാ ഒരു ഏരിയയും നമുക്ക് ഒരുവിധം ഒരു ഇൻഫർമേഷൻ നമ്മളിൽ ഉണ്ടാവണം, നമ്മളൊന്ന് പാസ്സാവണമെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ രീതി എന്ന് പറയുന്നത്. പിന്നെ അതായത് എക്സാം കഴിഞ്ഞു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അക്കോർഡിംഗ് ടു ദ റാങ്കാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അതായത് നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്. ഇപ്പം നല്ല റാങ്കുള്ള ഒരാൾ ഇപ്പോൾ എയിംസ് ഡൽഹി ഓപ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഹോം ടൗൺ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല റാങ്കുള്ള ഒരാൾക്ക് ഡെഫിനറ്റ്ലി അവർ പ്രിഫർ ചെയ്യുന്നത് കിട്ടും. റാങ്ക് അനുസരിച്ച് നമ്മുടെ പ്രിഫറൻസിൻ്റെ താഴോട്ടുള്ളതനുസരിച്ച് നമ്മളുടെ കിട്ടാനുള്ള പ്ലേസ്മെൻറ്റും വ്യത്യാസം വരും. അതാണ് ഇതിൻ്റെ ഒരു രീതി. പിന്നെ പറയാനാണെങ്കിൽ നോർസിറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എന്ത് സബ്ജക്റ്റ് നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാം എന്നുള്ളൊരു ഡൗട്ട് എല്ലാവരിലും ഉണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ അറ്റ് ദാറ്റ് ടൈം ദർ വാസ് എക്സാം ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആൻഡ് ഫോർ ഓൾ ദീസ് 2 ഞാൻ പ്രിപ്പയർ ചെയ്തത് എൻക്ലക്സ് വെച്ചാണ് പ്രിപ്പയർ ചെയ്തത്.
അപ്പം ഇനിയാണെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും എൻക്ലക്സ് അവർ പ്രിഫർ ചെയ്യുന്നത്. എൻക്ലക്സും ഉണ്ട്, അതേപോലെ ടാർഗറ്റ് ഹൈ പോലത്തെ ബുക്സ് ഉണ്ട്. അപ്പം അങ്ങനെ മോസ്ബി ബുക്സ് ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾ തന്നെ എന്താ പറയുക, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഈ നോർസെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് നമുക്ക് ഒരു എന്താ പറയുക, ഒരു കമ്പൽസറി അല്ലെങ്കിൽ ഒരു മാൻഡേറ്ററി ആയിട്ട് നമ്മളൊരു ഒരു കോച്ചിങ് നടത്തിയാലേ നമുക്ക് കിട്ടൂ എന്നൊന്നുമില്ല, ഒരിക്കലുമില്ല. അപ്പോൾ എല്ലാവരും അഫോർഡബിൾ അല്ല. നമ്മളിപ്പം എന്താ പറയുക, കോച്ചിങ്ങിന് പോവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അഫോർഡബിൾ ടു എവറി പീപ്പിൾ അല്ലേ. അപ്പോൾ നമുക്ക് തന്നെ ഇതേപോലെ എൻക്ലക്സിൻ്റെ ഒരു ഇപ്പം ഒരു 2000-2500 രൂപ മുടക്കി നമുക്ക് ബുക്ക് വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ പോലും യു ക്യാൻ ഗെറ്റ് സെറോക്സ് ആയിട്ട് നമുക്ക് എടുത്തിട്ട് ഒരു 800 റുപ്പീസ് 900 റുപ്പീസ് റേഞ്ചിൽ നമുക്ക് ലേറ്റസ്റ്റ് എഡിഷൻ അല്ലെങ്കിൽ അതിൽ തൊട്ട് താഴെയുള്ള എഡിഷനിലുള്ള നമുക്ക് എൻക്ലക്സിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കാം. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അങ്ങനെ പഠിക്കാം. ടാർഗറ്റ് ഹൈ ബുക്ക് വാങ്ങിച്ച് പഠിക്കാം. അതേപോലെ തന്നെ യൂട്യൂബ്സിലൊക്കെ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട്. നമുക്ക് അതിൽ നമുക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് അതിൽ ക്ലാസ്സസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓൺലൈൻ ഇപ്പം മീഡിയ നമുക്ക് ഒരുപാട് അവൈലബിലിറ്റി ഉള്ളപ്പോൾ നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഈ നോർസെറ്റ് പോലെയുള്ള എക്സാമിന്. അപ്പോൾ തീർച്ചയായും അങ്ങനെ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. പിന്നെ കുറേ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. നോർസെറ്റ് ഇപ്പോൾ മാംഗ്ലൂർ, ആന്ധ്ര, മീൻസ് എൻ്റെ പേഴ്സണലി എനിക്കറിയാവുന്നവരല്ലേ കസിൻസൊക്കെ ആണെങ്കിൽ പോലും ദേ ആർ നോട്ട് അവെയർ അബൌട്ട് ദി നോർസെറ്റ് ഓർ ദി എയിംസ് ഓർ ദി സെൻട്രൽ ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റി we have. So they are not aware about it. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ യു ഓൾ ഗെറ്റ് എൻ അവെയർനെസ്. അപ്പം തീർച്ചയായും നോർസെറ്റ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ലൊരു ജോബ് ഫ്രഷറായി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിനുവേണ്ടി നമ്മൾ തീർച്ചയായും പ്രിപ്പയർ ചെയ്യുക, എക്സാം കൊടുക്കുക. ദ റെസ്റ്റ് വിൽ ബി ഹിസ്റ്ററി. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു.